ഓം ശാന്തി. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് വെരി വെൽക്കം. കഴിഞ്ഞ തവണ പ്രോഗ്രാമിന് പങ്കെടുക്കുകയും അത് കഴിഞ്ഞ ശേഷം എൻ്റെ അടുത്ത് സംശയങ്ങൾ ചോദിക്കുകയും ഈ പ്രാവശ്യം ഇന്ന കാര്യങ്ങൾ പറഞ്ഞു തരണം എൻ്റെ അടുത്ത് പറയുകയും ചെയ്ത് എല്ലാവരോടും എനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തിന് കാണിച്ചതായിട്ടുള്ള ഇൻട്രസ്റ്റാണ് ഈ പ്രാവശ്യം തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത് തന്നെ. ലൈവിൽ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് നേരിട്ട് സംസാരിക്കുന്ന ഒരു സുഖം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ലൈവിൽ വന്ന് നിങ്ങൾക്ക് ഈ ട്രെയിനിങ് പ്രോഗ്രാം തരണം എന്ന് വിചാരിച്ചത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ടോപ്പിക് സെലക്ട് ചെയ്തതെന്ന് അറിയുമോ നിങ്ങൾക്ക്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീവയറിങ് ചെയ്യേണ്ടത് എങ്ങനെ? അതെന്താ കാരണം എന്ന് വെച്ചാൽ കുറേ ആളുകളുടെ നാളുകളോളമായിട്ടുള്ള പരാതിയാണ്, ഞങ്ങൾ പല രീതിയിലുള്ളതായിരിക്കുന്ന സിസ്റ്റർ പറയുന്ന ടെക്നിക്സും ഞങ്ങൾ ചെയ്തു. 50/5 മെത്തേഡ് ചെയ്തു, 2 കപ്പ് മെത്തേഡ് ചെയ്തു, 369 ചെയ്തു, 24 hours മാനിഫെസ്റ്റേഷൻ ചെയ്തു. എല്ലാ ടെക്നിക്സും ചെയ്തിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രീം നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നത് ഒരുപാട് പേരുടെ പരാതിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വിശകലനമായിരിക്കുന്ന സ്റ്റഡി നടത്തുകയും അതിൻ്റെ കാരണം എന്തെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് സയൻറ്റിഫിക്കലായിട്ട് പറഞ്ഞു തരണം എന്നും എൻ്റെ കൂടെ ഇന്നും നാളെയും 2 ദിവസം നിൽക്കുന്ന എല്ലാവർക്കും എനിക്ക് ഉറപ്പാണ് ഈ 2 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാരണം കണ്ടെത്താനും അതിന് നിവാരണം ഉണ്ടാക്കാനും ബൈ പ്രാക്ടീസ് നിങ്ങളുടെ ഡ്രീം നിങ്ങളിലേക്ക് കൊണ്ടുവരാനും സാധിക്കണം. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ 2 ദിവസത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ വെച്ചിരിക്കുന്നത്. ആദ്യത്തെ സെക്ഷനിൽ ഈ പങ്കെടുക്കുന്ന എല്ലാവരോടും ഇൻഡിവിജ്വലി ഓം ശാന്തി പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ വന്നാൽ നമുക്ക് ഈ ടോപ്പിക്കിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൻ്റെ എൻഡിൽ ഞാൻ നിങ്ങളൊക്കെ ആയിട്ട് ഇൻഡിവിജ്വലി മീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഇന്നലത്തെ മീൻസ് ലാസ്റ്റ് സൺഡേ നമ്മൾ നടത്തിയതായിരിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമിലെ സംശയമായിട്ട് അടുത്ത സെക്ഷൻ സിസ്റ്റർ എടുക്കുന്ന സമയത്ത് ഇത് പറഞ്ഞു തരണേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. ഞാൻ ആ കമൻറ്റിൻ്റെ പേര് നോക്കി ആരാന്നറിഞ്ഞൂടാ, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. അവരുടെ ID വേറെ ഏതോ ഒരു പേരിലാണ്, ആസ്പിരൻസ്ന്നോ അങ്ങനെ ID ആണ്. എനിവേ ക്വസ്റ്റ്യൻ വളരെയധികം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് അതിന് ഉത്തരം പറഞ്ഞുകൊണ്ട് വേണം ഇന്ന് തുടങ്ങാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഞാനിപ്പോൾ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അടുത്തിടെയായിട്ട് ചാനലിൽ വന്ന ഒരാളാണ്. മാസ്റ്റർ സർവശക്തിവാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കി, എന്നിട്ടും ആ പേടി എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. മീൻസ് അഫർമേഷൻ എന്ന ഒരു ടെക്നിക്ക് ചെയ്തിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് എന്ത് ചെയ്യണം എന്ന് സിസ്റ്റർ പറഞ്ഞു തരുമോ അടുത്ത പ്രോഗ്രാമിൽ ചോദിച്ചിരുന്നു. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം പറഞ്ഞു തരികയാണ്. ഈ അഫർമേഷൻ എന്നൊരു സാധനം ഒരു വിധത്തിൽ പറഞ്ഞാൽ അഫർമേഷനാണ്, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ നീഡാണത്, എൻ്റെ ആവശ്യമാണത്. അപ്പോൾ ആ ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ അത് ഏത് സമയത്ത് ഏത് വിധത്തിൽ ഏത് രീതിയിൽ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാണ്. ആദ്യം അഫർമേഷൻ ചെയ്യണേക്കാൾ മുന്നേ നമുക്ക് സ്വയം ഞാൻ എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നതിന് വേണ്ടിയിട്ട് അവനവനെ ഒന്ന് വിശകലനം ചെയ്ത് പഠിക്കേണ്ടത് അനിവാര്യമാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ എന്നെ അറിയാമെന്നുള്ളത് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ കാണും. എന്നാലും ഇതിനു വേണ്ടി ഞാൻ പറയുകയാണ്, ചിലർക്ക് വളരെ അധികം കേൾക്കാനുള്ള ശക്തി കൂടുതലുള്ള ആളുകളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് സംസാരിക്കുകയാണെങ്കിൽ പോലും അവിടെ ഒരാളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവരുടെ ചെവി അത് പിടിച്ചെടുക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് കേൾക്കാനുള്ള ശക്തി വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്കും അറിയാം, കാര്യങ്ങൾ പറയുന്നത് കേൾക്കുന്നതിൽ പലർക്കും പല റേഞ്ചാണല്ലോ. അപ്പോൾ നിങ്ങൾ അപ്പുറത്തുള്ള ഒരാൾ പറയുന്ന കാര്യം പോലും കേൾക്കത്തക്കുള്ളതായിരിക്കുന്ന ചെവി നിങ്ങൾക്കുണ്ടെങ്കിലും ഇനി നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിയോളൂ. അങ്ങനെയുള്ള ആളുകൾക്ക് നല്ല ഉറക്കെ എന്തെങ്കിലും കേൾക്കാൻ മാത്രമാണ് സന്തോഷമായിട്ട് കേൾക്കാൻ പറ്റുള്ളൂ. കാരണം വേറൊന്നുമല്ല, ചെറിയ ശബ്ദം പോലും അവരെ ഡിസ്റ്റർബ് ചെയ്യും. ഇപ്പോൾ പരസ്പരം സംസാരിക്കുകയാണെങ്കിൽ ആ ഫാനിൻ്റെ ശബ്ദം പോലും അവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിപ്പോവും. ഫാൻ ഓഫ് ചെയ്യേ പറ്റുന്നില്ല, കേൾക്കുന്നില്ല എന്നവർ പറഞ്ഞു പോകും. അതിൻ്റെ റീസൺ എന്താണ്? അവരുടെ ചെവി കൊച്ചു ശബ്ദങ്ങളെപ്പോലും അത് അട്രാക്റ്റ് ചെയ്യുന്നു, അത് ആകർഷിക്കുന്നു, അത് കേൾക്കുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് മാസ്റ്റർ സർവശക്തിവാനാവട്ടെ, അല്ലെങ്കിൽ നല്ലൊരു ജോലിക്ക് വേണ്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നതാവട്ടെ, ഏതൊരു അഫർമേഷൻ നിങ്ങൾ ചെയ്യുന്ന സമയത്തും ആ സമയത്ത് നിങ്ങൾ എഴുതുക എന്ന് വെച്ചാൽ അർത്ഥം ജസ്റ്റ് കൈകൊണ്ടുള്ള എഴുത്തല്ല യഥാർത്ഥമായിരിക്കുന്ന എഴുത്ത്. ആ സമയത്ത് നമ്മുടെ 3 ഡയമെൻഷനിലായിട്ടുള്ള ആക്ഷൻ നടക്കുന്നുണ്ടായിരിക്കണം.
മനസ്സിൽ ആ കാര്യം പറയുന്നുണ്ടായിരിക്കണം, അഥവാ അതിനെ വിഷ്വൽ ചെയ്യുന്നുണ്ടായിരിക്കണം, അഥവാ കാണുന്നുണ്ടായിരിക്കണം. എന്നിട്ടൊപ്പം നിങ്ങൾ കൈകൊണ്ട് എഴുതുന്നുണ്ടായിരിക്കണം, മനസ്സ് അത് നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ടായിരിക്കണം. 3 കാര്യം. ഒന്ന്, നിങ്ങളതിൻ്റെ ചിത്രം കാണുകയും അത് അനുഭവിക്കുകയും ചെയ്യണം, വിഷ്വൽ ചെയ്യണം. ഒപ്പം തന്നെ മനസ്സ് നിങ്ങളെ ആ കാര്യം കേൾപ്പിക്കണം, നിങ്ങളുടെ കൈകൾ അതിനെ എഴുതുകയും ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുന്ന ആളുകളെ പോലെ ആയിരിക്കും. കുറച്ച് നാൾ റെഗുലറായിട്ട് ഡ്രൈവിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ കാർ ഓടിച്ചുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യുമല്ലോ, ഫോൺ അറ്റൻഡ് ചെയ്യാറുണ്ട്, അവിടെ കാഴ്ച കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് ചെയ്യുന്നു? അത് മസിൽ മെമ്മറിയായി മാറിക്കഴിഞ്ഞു. കാരണം ഒരു കാര്യം പലതവണ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അതനുസരിച്ചതായിരിക്കുന്ന ന്യൂറോൺ പാത്വേസ് സെറ്റാവും. ഇതിനെക്കുറിച്ച് പണ്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ആദ്യമായിട്ട് നമ്മൾ ഡ്രൈവിംഗ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഒക്കെ നന്നായിട്ട് മുറുക്കി പിടിക്കും. നമുക്ക് തോന്നിപ്പോവും ഈ വണ്ടി ഒരു കുഴി ചാടുമ്പോൾ നീങ്ങുമ്പോൾ അത് അങ്ങോട്ട് നീങ്ങും ഇങ്ങോട്ട് നീങ്ങും. ഞാൻ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത് മാസ്റ്റർ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, അതിന് മുറുക്കി പിടിക്കൊന്നും വേണ്ട, അതിന് ലൂസാക്കുക, അത് വിട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യം ആക്സിലറേറ്റർ ചവിട്ടുമ്പോൾ ക്ലച്ച് ചവിട്ടുമ്പോൾ ഒക്കെ അമർത്തി ചവിട്ടുക. അതായത് നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ കാര്യം റെക്കോർഡ് ആവാത്തത് കൊണ്ട്, അഥവാ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളത് റെക്കോർഡ് ആവാത്തത് കൊണ്ട്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ന്യൂറോൺ പാത്വേ സെറ്റ് ആവാത്തത് കൊണ്ട്. ഈ ന്യൂറോൺ പാത്വേ എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ഭാഷയിൽ നമ്മൾ പറയുകയാണെങ്കിൽ, നമുക്ക് റെഗുലറായിട്ട് ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ആ വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തൊരു വഴുക്കൽ വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമാണല്ലോ, വെള്ളം ഏത് സ്ഥലത്തിലൂടെ പോവുകയാണെങ്കിലും അവിടെയൊക്കെ നമുക്ക് കാണാം അതിനൊരു പാത്ത് ഉണ്ടായിരിക്കും. ആ വെള്ളം ഒഴുകിപ്പോകുന്ന പാത്തിലുണ്ടാകുന്ന വഴുക്കൽ കൊണ്ടൊരു പാത അതിനു വേണ്ടി രൂപീകരിക്കപ്പെടും പോലെ നമ്മളുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ 80 ബില്യൺ സെൽസാണ് നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലുള്ളത്. ഇതിലൂടെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ, ഇങ്ങനെയൊക്കെ ഒരു കാര്യത്തെ ഞാൻ ഉൾക്കൊള്ളണമെന്ന് വിചാരിക്കുമ്പോൾ, ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ പരസ്പരം കോശങ്ങൾ തമ്മിൽ നടക്കുന്നുണ്ട്, സെല്ലുകൾ തമ്മിൽ നടക്കുന്നുണ്ട്. ആ സെല്ലുകൾ തമ്മിൽ നടക്കുന്ന സമയത്ത് ഒരു കാര്യം നിരന്തരമായിട്ട് ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഡ്രൈവിംഗ് ആദ്യമായി ചെയ്യുമ്പോഴും റെഗുലറായി ചെയ്യുമ്പോഴുള്ള വ്യത്യാസം, കുറേ പ്രാവശ്യം ആ കാര്യം ചെയ്തു കഴിയുമ്പോൾ പരസ്പരം നമ്മുടെ സെല്ലുകളുടെ കണക്ഷൻ കൊണ്ടുണ്ടാകുന്ന ന്യൂറോൺ പാത്വേ അവിടെ ക്ലിയർ ആവും. അതായത് ആദ്യമായിട്ട് നിങ്ങൾ കീ എടുത്തിട്ട് വണ്ടിയിലെ ആ കീ വെക്കുന്ന പോയിന്റിൽ ചാവി വെക്കുമ്പോൾ തന്നെ ഇവിടെ പറഞ്ഞു ഓക്കെ സ്റ്റാർട്ടാക്കാൻ പോവുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് എന്തൊക്കെ അവിടെ ചെയ്യേണ്ടതുണ്ടോ, കൈ ഏത് സ്ഥലത്ത് വെക്കണം, കാൽ ഏത് സ്ഥലത്ത് വെക്കണം, എത്ര ഫോഴ്സ് കൊടുക്കണം, എങ്ങനെ ഈസി ആയിട്ട് എടുക്കണം, എല്ലാം ഇവിടെ ഒരു റെക്കോർഡിങ് നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ആ മെമ്മറി നമ്മുടെ ശരീരത്തിനും ഫുള്ളായിട്ടുള്ള എല്ലാ പാർട്സിലേക്കും ആ മെമ്മറിയുടെ രൂപത്തിൽ അത് ശേഖരിക്കപ്പെടും. അതുകൊണ്ടാണ് ചില ആളുകൾ ഞാൻ ഇങ്ങനെയും കേട്ടിട്ടുണ്ട്, ഷുഗറൊക്കെ വന്നിട്ടോ ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടായിട്ടോ കൈകാലുകളൊക്കെ മുറിച്ച് മാറ്റേണ്ടതായിട്ട് വന്ന ആളുകൾക്ക്, അഥവാ ആക്സിഡൻറ്റിൽ ശരീരത്തിൻ്റെ ഒരു പാർട്ട് നഷ്ടപ്പോയ ആളുകൾക്ക്, അവർക്ക് ആ ശരീരത്തിൻ്റെ ഭാഗത്ത് അവിടെ ചൊറിച്ചിൽ അനുഭവപ്പെടും പോലും. ഈവൻ കാലില്ലാത്ത ആൾക്ക് ആ കാലിൻ്റെ സ്ഥലത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടുകയും അവർക്ക് മാന്താൻ തോന്നുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. റീസൺ എന്തുകൊണ്ടാണ്? അവരുടെ റെക്കോർഡിങ് അവിടെ ഉണ്ട്, ആ ബോഡി അവരുടെ പാർട്ട് അപ്പോഴും അവർക്കത് ഫീൽ ചെയ്യുന്നതിൻ്റെ റീസൺ ഇതാണ്. ഇതിനെയാണ് മസിൽ മെമ്മറി, മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ന്യൂറോൺ പാത്വേ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ടു പോയ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ശരീരം ചെയ്യാൻ തുടങ്ങും. നമ്മൾ എഴുത്ത് പഠിച്ചതും അങ്ങനെ തന്നെയല്ലേ. അക്ഷരമാല ആദ്യത്തെ അക്ഷരം പഠിക്കുമ്പോൾ ഒന്നിൻ്റെ മേലെ എഴുതി കഷ്ടപ്പെട്ട് പഠിച്ചെടുത്തു. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എഴുതുന്നത്, വായിക്കുന്നത്, ഇതെല്ലാം ഇവിടെ ഓൾറെഡി ഒരു പാത്ത് സെറ്റാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഒരു അഫർമേഷൻ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് അതിൻ്റെ വാക്ക്, അതിൻ്റെ കാര്യമൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഓർമ്മിച്ച് എഴുതേണ്ടതായിട്ട് വരും. പക്ഷേ ഒരു ചുരുങ്ങിയത് ഒരു 108 വട്ടം എഴുതുമ്പോൾ അല്ലെങ്കിൽ 21 വട്ടം എഴുതുമ്പോൾ 2-3 ദിവസം നിങ്ങൾ ആ കാര്യം എഴുതി കഴിയുമ്പോഴത്തേക്കും ഇവിടെ അത് ക്ലിയർ പാത്തായിട്ട് എഴുതാൻ തുടങ്ങി. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങളത് എഴുതുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അപ്പുറത്ത് ഒരാൾ സംസാരിക്കുന്ന കാര്യം നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കും. അവിടെ ഏതെങ്കിലും വണ്ടികൾ പോകുന്നുണ്ടോ, അവിടെ എന്താ നടക്കുന്നത്, ഇവിടെ എന്താ നടക്കുന്നത്, ചിലർ ടി വിയിലെ പ്രോഗ്രാം ബാക്കിൽ പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കും, അവരതിൻ്റെ അടുത്തിരുന്ന് എഴുതും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ റീൽസ് അവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കും, ഇവിടെ ഇരുന്ന് എഴുതും. അങ്ങനെ എന്തെങ്കിലും സൗണ്ടിൻ്റെ ഉള്ളിൽ കാര്യങ്ങളുള്ളിൽ ഇരുന്നുകൊണ്ട് എഴുതുക എന്നത് ഒരു പ്രക്രിയയായിക്കൊണ്ട്, ഒരു കർമ്മമായിക്കൊണ്ട് ചെയ്തു പോകും. അവർക്കൊരിക്കലും റിസൾട്ട് ഉണ്ടാക്കാൻ സാധ്യമല്ല. ഇനി അഥവാ ഇതൊന്നുമല്ല, ഞാൻ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എഴുതുന്ന സമയത്ത് വേറെ ഒന്നും ഇല്ലാണ്ട് ഞാൻ ഇരുന്ന് എഴുതിയിരുന്നേ,
അപ്പം നോക്കിയാലും നമുക്കറിയാം എഴുതാൻ പോകുന്നതിനേക്കാൾ മുന്നേ ഞാൻ ഇന്ന കാര്യം എഴുതാൻ വേണ്ടി പോവുകയാണ് എന്ന് നമ്മുടെ ശരീരത്തിനോടും ബ്രെയിനിനോടും മെസ്സേജ് കൊടുത്തിട്ടേ ഇരിക്കാവൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ക്രിക്കറ്റ് കളിക്കുന്നതായിട്ടുള്ള പ്ലെയേഴ്സ് ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന സമയത്ത് അവരെല്ലാ എക്സസൈസും ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് റെഡിയായിട്ട് ഇറങ്ങുന്നത്. എന്നാലും ശരി, അവർ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു വാമപ്പ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അവിടെ സ്ട്രെച്ച് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അവർ ഫിറ്റായിട്ടല്ലേ കളിക്കാൻ ഇറങ്ങിയത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ആ സ്ഥലത്ത് അവർക്കൊരു വാമപ്പ് ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യം? വേറെ ഒരു കാരണം കൊണ്ടുമല്ല. അവർ ബ്രെയിൻ മെസ്സേജ് കൊടുക്കുകയാണ്, ഓക്കെ ഞാൻ കളിക്കാൻ റെഡിയായി വന്നിരിക്കുകയാണ്, ഗ്രൗണ്ടിലാണ്. അങ്ങനെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ മെസ്സേജ് കൊടുത്തുകൊണ്ട് ബ്രെയിനിനെ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ട് ഓക്കെ ഐ ആം റെഡി എന്നുള്ള മെസ്സേജ് കൊടുക്കുകയാണ്. ഇതുപോലെ വേണം നമ്മൾ അഫർമേഷന് വേണ്ടി ഇരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കണം. നിങ്ങൾക്ക് പെട്ടെന്ന് ചെറിയ ശബ്ദങ്ങളെപ്പോലും ക്യാച്ച് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങളുടെ കേൾവി ശക്തിയെങ്കിൽ ഒരു ചെറിയ ശബ്ദം നിങ്ങൾ എഴുതുന്ന സമയത്ത് കേൾക്കുന്നത് പോലും നിങ്ങളുടെ മനസ്സിനെ അവിടേക്ക് കൊണ്ടുപോയി കളയും. അതെന്താ ശബ്ദം കേട്ടേ നമ്മൾ ചിന്തിച്ചു പോകും. നമ്മൾ അറിയാതെ പോവുകയും ചെയ്യും, തിരിച്ചു വരികയും ചെയ്യും. ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? നിങ്ങളുടെ മനസ്സും അതുപോലെ കാണലും എഴുതലും ഒന്നിച്ച് നടക്കില്ല. അതുകൊണ്ട് മനസ്സും ബുദ്ധിയും തമ്മിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് ബുദ്ധി കൊണ്ട് കാണണം, മനസ്സത് കേൾക്കണം, കൈകൊണ്ട് എഴുതണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു സൈലൻ്റ് ആയിരിക്കുന്ന സമയം കിട്ടുന്നില്ല എങ്കിൽ രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ നല്ല സൈലൻ്റ് ആവുന്ന സമയത്ത്, അഥവാ രാവിലെ ഏർലി മോർണിംഗിൽ എല്ലാവരും ഉറങ്ങി ഉണരുന്നേക്കാൾ മുന്നുള്ള സമയം, ഈ 2 സമയത്തും നല്ല സൈലൻ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയമാണ്. ഈ ഏതെങ്കിലും ഒരു സമയം. അതല്ല എങ്കിൽ നിങ്ങൾക്കൊരു ശബ്ദവും കേൾക്കാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ ഇരുന്ന് എഴുതാമെങ്കിൽ ചെയ്യണം. ഇങ്ങനെ അഫർമേഷൻ ചെയ്യുമെങ്കിൽ പിന്നെ ഞാൻ നിങ്ങൾക്കൊരു സഹായം കൂടെ ഞാൻ പലപ്പോഴും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പലരും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ മനസ്സിൽ കേൾപ്പിക്കണം എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോവാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് ആരും കേൾക്കില്ല, നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കുന്നൊരു പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ച് ചെറിയ ശബ്ദത്തിൽ, ഉറക്കെ പറയേണ്ട, ചെറിയ ശബ്ദത്തിൽ അത് പറഞ്ഞുകൊണ്ട് എഴുതുക. ഈ കുട്ടികളൊക്കെ എഴുതി പഠിക്കുന്ന സമയത്ത് പറഞ്ഞെഴുത് നമ്മൾ പറയാറില്ലേ? അതെന്താ റീസൺ? നമ്മുടെ തന്നെ ചെവി കേൾക്കുമല്ലോ നമ്മൾ പറയുന്ന കാര്യം. അപ്പം മറ്റ് ശബ്ദത്തിലേക്ക് ശ്രദ്ധ പോവാതെ നമ്മുടെ മനസ്സിനെയും ബുദ്ധിനെയും ഒക്കെ പൂർണ്ണമായിക്കൊണ്ട് ഒന്നിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അഫർമേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ, ഇപ്പോൾ നേരത്തെ ചോദിച്ച കുട്ടിയുടെ അടുത്ത് തന്നെ പറയുകയാണ്, പേടിയില്ലാതാക്കാൻ വേണ്ടിക്കൊണ്ട് മാസ്റ്റർ സർവശക്തിവാൻ ചെയ്യുന്ന സമയത്ത് എന്താണ് വിഷൻ കാണേണ്ടത്? ആ സമയത്ത് പേടിയില്ലാതെ പരീക്ഷ എഴുതുന്നതാണോ കാണണ്ടേ? അല്ല കേട്ടോ. ഈ ഒരു അഫർമേഷനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ ഒരു റെഡ് സ്റ്റാർ ആയിട്ട് കാണണം. അതെന്താ റെഡ് സ്റ്റാർ ആയിട്ട് കാണണമെന്ന് പറയുന്നത്? റെഡ് കളർ എന്ന് പറയുന്നത് ഭയമില്ലാതാക്കാൻ, നിർഭയത്വത്തിൻ്റെ അഥവാ ശക്തിയുടെ കളറാണ് റെഡ് കളർ. അതുകൊണ്ട് നമ്മളെ ഓരോരുത്തരും ഒരു സ്റ്റാർ ആയിക്കൊണ്ട്, കാരണം ഈ ലോ ഓഫ് അട്രാക്ഷൻ അഥവാ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അതിസൂക്ഷ്മമായതും അതിശക്തിശാലിയായിട്ടുള്ള സാധനമാണ്. അപ്പം അതുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സട്ടിൽ വേയിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് നമ്മളെ തന്നെ ഒരു റെഡ് സ്റ്റാർ ആയിട്ട് കാണാൻ സാധിക്കുമെങ്കിൽ കളർ കൂടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇരുപുരികങ്ങൾക്കും മധ്യത്തിൽ ഈ സ്ഥാനത്ത് ഒരു റെഡ് സ്റ്റാറിനെ കണ്ടുകൊണ്ട് ഞാൻ മാസ്റ്റർ സർവശക്തിവാനാത്മ എന്നെഴുതണം. അപ്പോൾ അതുകൊണ്ട് കാണുമ്പോൾ ഇവിടെ റെഡ് സ്റ്റാർ. അപ്പോൾ ബുദ്ധി കൊണ്ട് നിങ്ങൾ ആ സ്റ്റാറിനെ കാണും. മനസ്സുകൊണ്ട് അഥവാ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മന്ത്രിക്കുന്ന ശബ്ദത്തിൽ ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആത്മാ എന്ന് പറഞ്ഞുകൊണ്ട് ആ സൈലൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങളുടെ പ്രിപ്പറേഷൻ പൂർണ്ണമാക്കാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് ഞാൻ വരികയാണ്, റീവയർ സബ് കോൺഷ്യസ് മൈൻഡ്. അത് പറയുമ്പോൾ ഒരു കഥ ഞാൻ ഓർത്തുപോയി, നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ പലരും പലപ്പോഴും കേട്ടിട്ടുള്ള കഥയായിരിക്കാം, എന്നാലും നമുക്കൊന്നുകൂടി അതിനെ ഒന്ന് റെഫർ ചെയ്തുകൊണ്ട് അതിലെ സാരം ഒന്ന് ഉൾക്കൊള്ളാൻ പറയുകയാണ് കേട്ടോ. ഒരിക്കൽ ഒരു മുക്കുവൻ അതിരാവിലെ നേരത്തെ മീൻ പിടിക്കാൻ വേണ്ടി കടലിലേക്ക് പോയി. അയാൾ വലയെറിഞ്ഞു. ഒരു 3-3:30-4 മണി നേരെ ആയിട്ടുള്ളൂ. മൊത്തം അന്തരീക്ഷത്തിൽ വെളിച്ചം വരുന്നിട്ടില്ല. അതുകൊണ്ട് അയാൾ വലയെറിഞ്ഞ സമയത്ത് വലയിൽ എന്തോ ഒന്ന് കുടുങ്ങി, നല്ല ഭാരമുണ്ട്. അയാൾ അതിനെ വലിച്ചടിപ്പിച്ചു, കഷ്ടപ്പെട്ട് തൻ്റെ വഞ്ചിയിലേക്ക് അതിനെ എടുത്തു വെച്ചു. നോക്കുമ്പോൾ ഒരു വലിയ കുടമാണ്. അപ്പോൾ ആ കുടം അയാൾ തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ കല്ലാണ്. അയാൾക്ക് ഭയങ്കര വിഷമം തോന്നിപ്പോയി. ഇന്നത്തെ ദിവസം മോശമായി എന്ന് വിചാരിച്ചു. അങ്ങനെ അയാൾ വിചാരിച്ചു ഇനി നേരം പുലരട്ടെ, വെളിച്ചം വരട്ടെ, എന്നിട്ടാവാം മീൻ പിടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ നേരെ കടൽക്കരയിലേക്ക് വന്നു.
കടൽക്കരയിലിരുന്നു കൊണ്ട് നേരം വെളുപ്പിക്കാൻ വേണ്ടി അയാളുടെ ബോറടി മാറ്റാൻ വേണ്ടിക്കൊണ്ട് കിട്ടിയ കുടത്തിൽ നിന്ന് ഓരോ കല്ലുകളായിട്ടെടുത്ത് ഇങ്ങനെ കടലിലേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ കടലിൽ തിര ഒഴിയുന്ന സമയത്ത് വലിച്ചെറിയും, അതിൽ ഈ കല്ല് വീഴുന്ന ശബ്ദം കേട്ട് വെറുതെ ഒരു ജോളിക്ക് വേണ്ടി അങ്ങനെ അയാളിരുന്ന് നേരം കഴിഞ്ഞു. വലിയ കുടായിരുന്നു, അതിലെ കല്ലുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരുന്നു. പതുക്കെ പതുക്കെ നേരം പുലരാൻ തുടങ്ങി. സൂര്യൻ്റെ ചെറിയ കിരണങ്ങൾ വരാൻ തുടങ്ങുമ്പോഴത്തേക്കും ആ കുടത്തിൽ ഒരു 4-5 കല്ലുകളേ ഉള്ളൂ, ബാക്കിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ നോക്കുമ്പോൾ സൂര്യൻ്റെ വെട്ടം ആ കല്ലിലേക്ക് അടിച്ച സമയത്ത് അത് തിളങ്ങുന്നു. അപ്പോൾ അയാളെടുത്ത് നോക്കുകയാണ്. അപ്പോൾ അതിലെ കല്ല് അത് ഡയമണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലാക്കാതെ അയാൾ വിഷമിച്ചു പോയി. ഒരു കുടം ഡയമണ്ട് കിട്ടി, ഞാൻ മാത്രമല്ല എൻ്റെ തലമുറകളോളം സുഖിക്കാനുള്ള ഡയമണ്ട് കിട്ടിയിട്ടും ഞാനിതെന്താ ചെയ്തത് എന്ന് വിചാരിച്ചു. ഇത് നമ്മൾ ഓരോരുത്തരും നമുക്ക് നേരെ ചിന്തിക്കേണ്ട ഒരു ഫാക്ടറാണ്. നിങ്ങൾക്കറിയോ, ഈ ജീവിതമാകുന്ന യാത്രയിൽ നമ്മുടെ ആധ്യാത്മിക ഭാഷയിൽ പറഞ്ഞാൽ ബീയിങ് എ സ്പിരിച്വൽ പേഴ്സൺ, എനിക്ക് അത്തരം കഥകൾ അറിയാതെ വാക്കുകൾ വരും. ഒരു ആധ്യാത്മിക ഭാഷയിൽ പറയുമ്പോൾ ഈ സംസാര സാഗരം, ജീവിതത്തെ നമ്മൾ പറയാറില്ലേ സംസാര സാഗരം, ഈ ജീവിതം ഈ കടലിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഈശ്വരനും നമുക്ക് പല നിധിയും തരാറുണ്ട്. അതിലേറ്റവും വിലപ്പെട്ടതായിരിക്കുന്ന ഒരു നിധിയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന് എങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കണം, ഇന്നിപ്പോൾ ഈ സമയം നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ഞാൻ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പറയണം എന്നത് എൻ്റെ ഉപബോധ മനസ്സിലാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബോധ മനസ്സിൽ നിന്ന് പ്രിപ്പയർഡ് ആയിക്കൊണ്ട് ഇന്ന പോയിൻറ്റ്സ് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തിന് പോകുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇന്നതേ ചെയ്യാവൂ എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ നേച്ചറാണ്. എന്നും പഠിക്കുന്നതിൻ്റെ സ്വഭാവമാണ്. പഠിക്കും, കുറേ കാര്യങ്ങൾ അറിയും, കുറേ പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്യും, ഇന്നതൊക്കെ ഞാൻ ഇന്ന് കേൾപ്പിക്കും എന്നൊക്കെ വിചാരിച്ചൊക്കെ പുറപ്പെടും. പക്ഷേ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ റെക്കോർഡായിരിക്കുന്ന ഒരുപാട് രത്നങ്ങൾ ഉണ്ടായിരിക്കും. അതൊന്നിൻ്റെ പിന്നാലെ മാല കോർത്ത് വരും. അതാണ് പലപ്പോഴും നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നതായിരിക്കുന്ന സ്പീച്ചസ് ആണെങ്കിലും പല സ്ഥലങ്ങളിൽ ചെയ്യുന്നതാണെങ്കിലും. അപ്പോൾ ഒരു സംസാരം ഒരാൾ സംസാരിക്കുമ്പോൾ പോലും വളരെ കുറച്ച് മാത്രമാണ് പ്രിപ്പയർഡ് ഡയലോഗ്സ് പറഞ്ഞുകൊണ്ട്, അതേതെങ്കിലും റെക്കോർഡ് പ്രോഗ്രാം, ഒരു സിനിമയാവട്ടെ അല്ലെങ്കിൽ ഒരു സീരിയൽ ആവട്ടെ, ഇങ്ങനെ സംസാരിക്കണം, ഇങ്ങനെ നടക്കണം, ഇങ്ങനെ നോക്കണം, ഒരു ഡയറക്ടർ പറഞ്ഞതിൻ്റെ ആധാരത്തിൽ അവർ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ റിയൽ ലൈഫിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരും അങ്ങനെ എഴുതപ്പെട്ടതായിരിക്കുന്ന ഡയലോഗ്സിലല്ല സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾ സംസാരിക്കുന്നതായിരിക്കുന്ന കാര്യം എവിടെ നിന്നാണ് വരുന്നത്? ചിലർക്ക് വളരെ ഫാസ്റ്റായി സംസാരിക്കുന്ന നേച്ചർ, ചിലർ വളരെ ശാന്തമായി സംസാരിക്കുന്ന നേച്ചർ. എന്തുകൊണ്ട് രണ്ടുപേരും ഒരേപോലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും? രണ്ട് സ്റ്റൈലിൽ എന്തേ പ്രസൻറ്റ് ചെയ്യാൻ റീസൺ? അത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രഭാവമാണ്. ചില ആളുകൾക്ക് ഉറക്കം മതിയാവാത്ത ശീലം, ചില ആളുകൾക്ക് കുറച്ചു നേരം ഉറങ്ങിയാൽ പോലും ധാരാളം ഉറങ്ങി എന്നുള്ള ഫീലിംഗ്. എന്തുകൊണ്ടാണ്? രണ്ടുപേരും മനുഷ്യന്മാരല്ലേ, രണ്ടുപേരുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നതും പഞ്ചതത്വങ്ങൾ കൊണ്ടല്ലേ. എന്നിട്ട് എന്തുകൊണ്ട് ഒരാൾക്ക് ആ ഉറക്കം മതിയും തോന്നുന്നു, ഒരാൾക്ക് ഉറക്കം മതിയാവില്ല എന്ന് തോന്നുന്നു? ചിലർക്ക് എത്ര നേരം പ്രവർത്തിച്ചാലും അക്ഷീണരായി പ്രവർത്തിക്കും. ചിലർ ടൈം ബൗണ്ടായിട്ട് 8 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ ഞാൻ പ്രവർത്തിച്ചു ക്ഷീണിച്ചു എന്ന് പറയുന്നു. ചിലർക്ക് പ്രവർത്തിക്കാനേ താല്പര്യമില്ല. ഇതേ ലോകത്ത് ഒരേ നാട്ടിൽ ഒരുപോലെ ജീവിക്കുന്ന ഇത്രയും ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും അധികം വ്യത്യാസം വരുന്നതിൻ്റെ കാരണം നമ്മുടെ ഉപബോധ മനസ്സിൽ റെക്കോർഡഡ് പ്രോഗ്രാംസ് എന്ന് പറയും നമ്മളിതിനെ. വേറൊരു ഭാഷ കൂടെ ഉപബോധ മനസ്സിനെ പറയാറുണ്ട്, നമ്മുടെ സംസ്കാരമാണ്, സ്വഭാവമാണ്. പറയാറില്ലേ, നമ്മുടെ ഒരു സ്വഭാവം മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കും. നല്ല സ്വഭാവങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തും നിങ്ങൾക്ക് വരാൻ സാധിക്കും. എന്തിൻ്റെ ആധാരത്തിലാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഡെവലപ്പ് ആവുന്നത്? 3-4 ഫാക്ടേഴ്സ് നമ്മുടെ സംസ്കാരത്തെ അഥവാ സബ് കോൺഷ്യസ് മൈൻഡിന് പ്രഭാവം ഉണ്ടാക്കുന്ന കുറേ പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ എല്ലാ പോയിൻറ്റ്സും നിങ്ങൾക്കൊന്ന് ടച്ച് ചെയ്യാൻ കഴിയില്ല. എങ്കിലും ചില പോയിൻറ്റ്സ് നമുക്ക് അറിഞ്ഞേ തീരൂ. അതിൻ്റെ റീവയറിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആരൊക്കെയോ പറഞ്ഞു കേട്ട ഇത് പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. ചില ആളുകൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, സിസ്റ്ററെ വീഡിയോ കേൾക്കുന്ന സമയത്ത് നല്ല എനർജി കിട്ടും, നല്ല മോട്ടിവേഷൻ കിട്ടും, ഇപ്പം പോയിട്ട് ചെയ്യണമെന്ന് തോന്നും, കുറച്ച് നേരം കഴിയുമ്പോൾ ആ എനർജിയൊക്കെ അങ്ങ് പോകും. അതെന്താ അങ്ങനെ എന്ന് ചോദിക്കാറുണ്ട്. റീസൺ മറ്റൊന്നുമല്ല, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചതായിരിക്കുന്ന സംസ്കാരം, അഥവാ നമ്മുടെ ബ്രെയിനിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ന്യൂറോൺ പാത്വേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ന്യൂറോൺ പാത്വേ എങ്ങനെയാണ് സെറ്റായി പോയത്? നിരന്തരമായിട്ട് നമ്മൾ ആ കാര്യം ചെയ്തത്. ആ കാര്യം ചെയ്യാനെന്താ പ്രേരിപ്പിച്ചത്? അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ റെക്കോർഡഡ് ഫയൽസ്.
മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഒരു കാര്യത്തിൽ നമുക്കൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ നേരത്തെ എഴുന്നേറ്റാലുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ച് നിങ്ങളിൽ ഒരുപാട് പേർക്ക് അനുഭവമുള്ളൊരു കാര്യമായിരിക്കും ഇത്. നേരത്തെ എഴുന്നേറ്റാനുള്ളതായിരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഒരുപാട് ആളുകളുടെ വീഡിയോസ്, ക്ലാസ്സുകൾ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അന്നൊക്കെ ദൃഢനിശ്ചയവും എടുത്തിട്ടുണ്ടായിരിക്കും, എന്ത് തന്നെയാണെങ്കിലും എനിക്ക് നേരത്തെ എഴുന്നേൽക്കണം, എനിക്കിങ്ങനെയൊക്കെ ചെയ്യണം, ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടും ഉണ്ടായിരിക്കും. 1-2 ദിവസം പർപ്പസ്ഫുള്ളി അലാം വെച്ചു, ഉണർന്നു, കാര്യങ്ങൾ ചെയ്തു, ഒക്കെ ചെയ്തു. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതൊന്നും എനിക്ക് നടക്കുന്ന കാര്യങ്ങളല്ല, അതാരോ നമ്മളോട് പറയും. അത് കേൾക്കുമ്പോൾ നമ്മൾ നിശ്ചയിക്കും, അതെ നടക്കില്ല കേട്ടോ, എനിക്കത് കഴിഞ്ഞ ശേഷം തലവേദന തുടങ്ങിയിരിക്കുന്നു. നേരത്തെ എഴുന്നേറ്റുള്ള ബെനിഫിറ്റിനെ കുറിച്ചിട്ടാണ് കേട്ട് ഞാൻ തുടങ്ങിയത്. പക്ഷേ നേരത്തെ എഴുന്നേറ്റപ്പോൾ തൊട്ടിട്ട് ഞാൻ ജോലി സ്ഥലത്ത് പോകുമ്പോൾ ഉറക്കം തൂങ്ങുന്നു, വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നു, പിന്നെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും എൻ്റെ ഊർജ്ജം കുറയുകയാണ് ചെയ്യുന്നത്, കൂടുതലല്ല ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് പരാതികൾ അതിനെക്കുറിച്ചും ഞാൻ കേൾക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ റീസൺ എന്താണെന്നറിയോ? നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ, കേൾക്കുമ്പോൾ, ഓൾറെഡി ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾ ചെയ്തു വെച്ച ഒരു സ്വഭാവം അല്ലെങ്കിൽ സംസ്കാരം നമ്മുടെ ബ്രെയിനിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു ന്യൂറോൺ പാത്വേ അവിടെ സെറ്റായിട്ടുണ്ട്. അഥവാ നിങ്ങളുടെ ബ്രെയിൻ തമ്മിലുള്ളതായിരിക്കുന്ന ബ്രെയിൻ സെൽസിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇതിങ്ങനെ നടക്കൂ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ ഒരു മാറ്റം വരുത്താത്തിടത്തോളം കാലം ഒരു കാര്യത്തിൽ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധ്യമല്ല. അപ്പം അതുകൊണ്ട് അവിടെ എഫക്റ്റ് ഉണ്ടാക്കുന്ന കാര്യം അത് സൂക്ഷ്മതലത്തിലാണ്. അത് മനസ്സിലാക്കുമ്പോൾ ഞാൻ എന്നതും ഈ പ്രപഞ്ചം എന്നതും അതുപോലെ നമ്മൾ യൂണിവേഴ്സ് അഥവാ പ്രപഞ്ചശക്തി, ഈശ്വരൻ എന്ന് പറയുന്നതും, ഈ 3 ഫാക്ടേഴ്സിൻ്റെ കുറച്ചൊരു ഭാഗം ആസ് എ സ്പിരിച്വൽ പേഴ്സൺ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്സ് ഒക്കെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയിട്ടുള്ളതും ആ ചില സന്ദർഭങ്ങളിൽ ചിലതൊക്കെ ഫെയിലായിട്ടും ഉണ്ട് കേട്ടോ. 100% എല്ലാം നേടിയെന്നൊന്നും ഞാൻ പറയില്ല. എന്തുകൊണ്ട് ഫെയിലായി എന്ന് ഞാൻ എന്നെ പരിശോധിച്ചിട്ടുമുണ്ട്, അതിനുള്ള കാരണം കണ്ടെത്തി ഞാൻ തിരുത്തിട്ടുമുണ്ട്. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇല്ലാത്തത് പറയേണ്ടതില്ലല്ലോ, അതുകൊണ്ട് സത്യസന്ധമായി പറയണം. ചില കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ നടന്നിട്ടില്ല, എന്തുകൊണ്ട് ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ആ സമയത്ത് എൻ്റെ വൈബ്രേഷൻ വളരെ കുറവായിരുന്നു. ചിലപ്പോൾ കാരണം വൈബ്രേഷൻ കുറവ് കൊണ്ടാണ്, മറ്റു ചിലപ്പോൾ കാരണം അതിൻ്റെ ആഗ്രഹത്തിനുള്ള ഇൻറ്റൻസിറ്റി കുറഞ്ഞതുകൊണ്ടാണ്, അതിൻ്റെതായിട്ടുള്ള ഡെപ്ത് എനിക്ക് കുറഞ്ഞതുകൊണ്ടാണ്. ആ റിയലൈസേഷനിലൂടെ ഞാൻ എന്തു വേണോ അതിനെൻ്റെ എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പൂർണ്ണ ഇൻറ്റൻസിറ്റിയോടുകൂടി പൂർണ്ണ താല്പര്യത്തോടു കൂടി 100% സമർപ്പിച്ചുകൊണ്ട് ചെയ്യും ആ കാര്യങ്ങൾ ലൈഫിൽ ഞാൻ നേടിയെടുത്തുകൊണ്ടും എൻ്റെ യാത്ര മുന്നോട്ട് പോകുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മീൻസ് സാധാരണ കുടുംബത്തിലിരിക്കുന്ന ഒരാളെ ലക്ഷ്യങ്ങളും എൻ്റെ ലക്ഷ്യങ്ങളും കുറച്ച് വ്യത്യസ്തമാണ്. ഞാൻ അങ്ങനെ പറയും, വ്യത്യസ്തമാണ്. സ്റ്റിൽ എനിക്കും ഉണ്ട് എൻ്റെതായിരിക്കുന്ന ഡ്രീം, എൻ്റെതായിരിക്കുന്ന ലൈഫിലെ പാത്തിലെ സക്സസ്. അത് ചെറിയ ഗോളുണ്ട്, വലിയ ഗോളുണ്ട്. അത് ആർജിക്കുന്നതിൻ്റെ ആധാരത്തിലാണ് നിങ്ങളോട് ഞാൻ ഈ സന്തോഷത്തോടു കൂടി ഇക്കാര്യത്തെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രോഗ്രാമിംഗ് നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ, റീവയറിങ് നടത്തണമെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളെ അത് മിനിമം ഭാഷയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരികയാണ്, സയൻറ്റിഫിക് ലാംഗ്വേജിൽ. ഒരു കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, മലയാളത്തിൽ ഞാനും എൻ്റെയും 2 അർത്ഥമുള്ള പദമാണ്. ഇത് 100% സ്പിരിച്വൽ ആയിരിക്കുന്ന കാര്യമാണ്. സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണ്, പ്രത്യേകിച്ച് ഒരു റിലീജിയൻ്റെ കാര്യമല്ല ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. സ്പിരിറ്റ് മീൻസ് ഐ ആം ദ സെൽഫ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞ എന്നെ അറിയുക എന്നുള്ളതായിട്ടുള്ള സത്യമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഞാൻ എന്ന് പറയുന്നതും എൻ്റെ എന്ന് പറയുന്നതും മലയാളത്തിൽ 2 അർത്ഥമുള്ള പദമാണ്. ഞാൻ പറയുന്നു ഇത് എൻ്റെ സാരി, ഞാൻ പറയുന്നു ഇതെൻ്റെ ബാഡ്ജ്, ഇതെൻ്റെ മൈക്ക്, ഇത് എൻ്റെയാണ്. ആരാ പറഞ്ഞത്? ഞാൻ പറയുന്നു. ഇൻ ദ സെയിം വേ ഞാൻ പറയുന്നു ഇതെൻ്റെ കൈയാണ്, എൻ്റെ കാലാണ്, എൻ്റെ ദേഹമാണ്. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയല്ലേ പറയുക? അപ്പം ഞാൻ പറയുന്നു ഇത് എൻ്റെ. അപ്പം ഞാൻ ആരാണ്? ഈ എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്? എൻ്റെ ശരീരം എന്ന് പറയുന്ന ആ ഞാനാണ് എൻ്റെ ലൈഫിൽ വേണ്ട സാധനത്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ആ ഞാനാണ് എൻ്റെ മൈൻഡ് പ്രവർത്തിപ്പിക്കുന്നത്. ആ ഞാനാണ് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിൽ റെക്കോർഡ് ചെയ്ത് സാധനങ്ങളെ വെച്ച ആൾ. ആ ഞാനാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് പുറത്ത് കൊണ്ടുവരണം എന്ന് നിശ്ചയിക്കുന്ന ആളും. അതിനെയാണ് നേരത്തെ സിസ്റ്റർ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു റെഡ് സ്റ്റാറിനെ കാണാൻ പറഞ്ഞല്ലോ. ആ റെഡ് സ്റ്റാർ എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുന്നതായിരിക്കുന്ന ആ ഇൻറ്റേർണൽ പവർ അല്ലെങ്കിൽ ഇൻറ്റേർണലായിരിക്കുന്ന ഫോഴ്സ്, എനർജി,
നമ്മുടെ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ഭാഷയിൽ അതിന് ആത്മാവ് എന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാ ധർമ്മത്തിലും ഉപയോഗിക്കുന്ന കോമൺ ആയിരിക്കുന്ന ലാംഗ്വേജാണ്. നമ്മളെല്ലാം തന്നെ നശിച്ചു പോകുന്ന ഒരു ശക്തിയല്ല. സയൻസും മാനിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ബോഡി മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റാത്തൊരു മൈൻഡ് ഉണ്ട്. ആ മൈൻഡാണ് മാറ്റേഴ്സ്. പറയാറില്ലേ, മൈൻഡ് മാറ്റേഴ്സ്. നിങ്ങളുടെ മനസ്സിൽ എന്താണോ അതാണ് മാറ്റർ ചെയ്യുന്നത്, അതാണ് പ്രവർത്തിക്കുന്നത് എന്ന്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്നെ ഇതുകൊണ്ട് ഞാൻ എന്നെ തിരിച്ചറിഞ്ഞോ? ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വൈബ്രേഷൻ പവർഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ എന്നെ തിരിച്ചറിയാൻ ഒരു സ്റ്റെപ്പ് കൂടെ നമുക്ക് പോകണം. എന്നെ ഞാനൊരു സ്റ്റാറാണെന്ന് തിരിച്ചറിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാനൊരു ആത്മാവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രം എനിക്ക് എന്ത് നേട്ടം ഉള്ളത്? ഈ നോളജ് യുഗങ്ങളായിട്ട് ഈ പ്രപഞ്ചത്തിലുള്ള നോളജാണ്. നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? എനിക്കറിയേണ്ടത് എൻ്റെ വീക്ക്നെസ് എന്തൊക്കെയാണ്, എൻ്റെ സ്ട്രെങ്ത്ത് എന്തൊക്കെയാണ്, എൻ്റെ ത്രെറ്റ്, എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് മാർഗതടസ്സം ഉണ്ടാക്കുന്നതായിരിക്കുന്ന തടസ്സങ്ങൾ, വേലിക്കെട്ടുകൾ, മതിലുകൾ എന്തൊക്കെയാണ്. അതുപോലെ എനിക്ക് മുന്നോട്ട് പോവാൻ എനിക്ക് ആധാരമാക്കാൻ പറ്റുന്ന എൻ്റെ ശക്തികൾ എന്തൊക്കെയാണ്. ഇത് നമ്മൾ അറിഞ്ഞേ പറ്റൂ. ഇതറിയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രേനെ സുഗമമാക്കാൻ സാധിക്കുള്ളൂ, അഥവാ ഞാൻ എന്നെ അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഇന്നത്തെ ദിവസത്തിൽ നേരിട്ട് നിങ്ങളുടെ തന്നെ മുന്നിൽ വന്ന് ഓഫ്ലൈൻ ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ട് ഓരോരുത്തരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചേനെ. പക്ഷേ ഓൺലൈൻ പ്രോഗ്രാം അല്ലേ, നിങ്ങളെല്ലാവരും ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നുണ്ടെങ്കിലും എൻ്റെ മുന്നിൽ നിങ്ങളില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളതായിട്ടുള്ള വിധി ഞാൻ പറഞ്ഞുതരികയാണ്. നാളെ നമ്മൾ കാണും മുന്നേ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം ചെയ്തു വരും എന്നുള്ള പ്രതീക്ഷയിൽ എങ്ങനെ ഞാൻ എൻ്റെ സ്ട്രെങ്ത് കാണാൻ സാധിക്കും? സിംപ്ലസ്റ്റ് വേ ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള 3 കാര്യങ്ങളെ കാണണം. എത്ര കാര്യങ്ങൾ? 3 കാര്യങ്ങളെ കാണണം. അതിൽ ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു അനുഭവം. അന്നത്തെ ഒരു നല്ല സ്റ്റുഡൻ്റായിരുന്നു കേട്ടോ. സ്കൂൾ പഠിക്കുന്ന സമയത്ത് അന്ന് എനിക്ക് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിൻ്റെ ഏതോ ഒരു പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടിയതിൻ്റെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു. കോമ്പറ്റീഷൻസ്, എഴുതിൻ്റെ പദ്യോച്ചാരണോ പിന്നെന്തോ കവിതയോ അങ്ങനെ എന്തൊക്കെയോ ആക്ടിവിറ്റീസായിട്ട് ഒരു 5-6 സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു. അതെൻ്റെ ലൈഫിൽ ഇന്നും ഞാൻ ഒരുപാട് ആനന്ദത്തോടെ ഓർക്കുന്നൊരു നിമിഷമാണ്. കാരണം ആദ്യമായിട്ടാണ് അത്രയും സമ്മാനങ്ങൾ വാങ്ങാൻ വേണ്ടി സ്റ്റേജിൽ കയറുന്നു. അപ്പോൾ 1ാമത്തെ സമ്മാനം വാങ്ങി ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്കും എൻ്റെ ടീച്ചർ വീണ്ടും വിളിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും പോകണം. അപ്പോൾ അപ്പുറത്ത് നിൽക്കണ്ടായിരുന്ന മാഷ്, മോൾ ഇങ്ങോട്ട് തന്നേക്കേ, എന്നിട്ട് പോയി വാങ്ങിക്കേ എന്ന് പറഞ്ഞു. എൻ്റെ സമ്മാനങ്ങൾ ഞാൻ വാങ്ങി വരുന്നു, മാഷ് അത് വാങ്ങിച്ചു വയ്ക്കുന്നു. ഞാനതിനെ ആസ്വദിച്ചൊരു നിമിഷം. അപ്പോൾ എൻ്റെ ലൈഫിലുണ്ടായ ഒരു നല്ല മുഹൂർത്തം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ നിങ്ങളെ ഏറെ ആനന്ദിപ്പിക്കുന്നതായിരിക്കുന്ന കുഞ്ഞു കാര്യങ്ങളാവട്ടെ വലിയ കാര്യങ്ങളാവട്ടെ. എൻ്റെ ഒരു കൂട്ടുകാരി വല്ലാതെ മനസ്സുകൊണ്ട് വേദനിച്ച് കരഞ്ഞെന്നോട് പറഞ്ഞ നിമിഷം. അന്ന് ഞാൻ +1, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ +1, അന്ന് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറാണ്. 10-16 വയസ്സല്ലേ ആയിട്ടുള്ളൂ. പക്ഷേ ആ സമയത്തും എൻ്റെ കൂട്ടുകാരിയോട് ഇങ്ങനെ സംസാരിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് ഞാൻ ഓർമ്മിക്കും. നിന്നോട് സംസാരിച്ചപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ, മനസ്സിൻ്റെ ഭാരമൊക്കെ അങ്ങ് പോയ പോലെ സമാധാനമായി, സന്തോഷമായി, ഇനി എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം എന്നൊക്കെ പറയുന്നൊരു നിമിഷം. ഈ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും 3 നിമിഷങ്ങളെ എഴുതണം കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ? നിങ്ങൾ ജീവിതത്തിൽ സന്തോഷിച്ച, ഞാൻ ജയിച്ചു ഈ നിമിഷം എന്ന് തോന്നിയത്. ജയം എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ പരീക്ഷയിൽ പാസ്സായി അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വലിയ കിട്ടി അങ്ങനൊരു വിചാരം നിങ്ങളുടെ മനസ്സിൽ വരണ്ട. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള നിമിഷങ്ങളിൽ നിങ്ങൾക്ക് കാണാം, ഇത്തരം നിമിഷങ്ങളെയും കാണാം. മനസ്സ് സന്തോഷിച്ച് ആനന്ദിച്ച് ഇതെൻ്റെ ജയം എന്ന് നിങ്ങൾക്ക് തോന്നിയ 3 പോയിൻറ്റ്സിന് 3 കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. എന്നിട്ട് അതിനു വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചതായിരിക്കുന്ന 3 നിങ്ങളുടെ വാല്യൂസ്. ഉദാഹരണം പറയുകയാണ്, എൻ്റെ സക്സസ് തന്നെ ഞാൻ എടുക്കുമ്പോൾ നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടൊരു കുട്ടിയായിരുന്നു. സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നൊരു കുട്ടിയാണ് ഞാൻ. പശുവും ആടും ഒക്കെ ആയിക്കൊണ്ട് അത്യാവശ്യം വീട്ടിൽ പണിയൊക്കെ എടുത്തുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ തീർത്ത് കിട്ടുന്ന സമയത്തിൽ നന്നായി പഠിക്കാനും വായിക്കാനും സമയം കണ്ടെത്തിയൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഹാർഡ് വർക്കിംഗ് എൻ്റെ 1ാമത്തെ ഗുണം അത് തന്നെയായിരുന്നു. സമയത്തെ വേസ്റ്റ് ആക്കാതെ ഉപയോഗിക്കുന്ന ഒരു നേച്ചർ എനിക്കുണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ ഉദാഹരണം 1-2 പറഞ്ഞ് ഞാൻ നിർത്തുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിപ്പോൾ സിസ്റ്റർ സ്വയം അവനവനെക്കുറിച്ച് പറയാമെന്നല്ല.
ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു മോഡൽ പറയുകയാണ്. ഈ രീതിയിൽ നിങ്ങളുടേതായിരിക്കുന്ന ഹാർഡ് വർക്കിംഗ് ആവാം, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ആവാം, അല്ലെങ്കിൽ ഷെയറിങ് ആവാം, കെയറിങ് ആവാം, ലവ്വിങ് ആവാം, എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് സ്വന്തം എന്ന് തോന്നുന്ന വാല്യൂസ് അത് ഓരോ 3 ഇവൻസിലും നിങ്ങൾ കണ്ടെത്തിയ നിങ്ങളുടെ അനുഭവങ്ങളിലെയും 3 വാല്യൂസിനെ കണ്ടെത്തണം. എത്ര വാല്യൂസ് കണ്ടെത്തണം? 3 വാല്യൂസിനെ കണ്ടെത്തണം. അത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, മിനിമം ഒരു വാല്യൂ എങ്കിലും ഈ എല്ലാ സന്ദർഭങ്ങളിലും കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിലൂടെ വീണ്ടും 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 ആവർത്തിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതാണ് നമ്മുടെ സ്ട്രെങ്ത്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ സ്ട്രെങ്ത്. അതുകൊണ്ട് ചെയ്യും എന്ന ഉറച്ച വിശ്വാസത്തോടെ പറയട്ടെ, ഇതാണ് നിങ്ങളുടെ സ്ട്രെങ്ത്. ഇത് ഞാൻ വിശദമായി പറഞ്ഞു തന്നിട്ട് അടുത്ത കാര്യങ്ങളെ കാണാൻ വേണ്ടി കുറച്ച് ഫാസ്റ്റായി പോവുകയാണ്. നമ്മുടെ ടൈം ബോണ്ടിൽ നമുക്ക് യാത്ര ചെയ്യണം എന്നുള്ളത് കൊണ്ട്. രണ്ടാമത്തെ നമ്മുടെ വീക്ക്നെസ്. എങ്ങനെയാണോ നമ്മുടെ സക്സസ് നമ്മൾ കണ്ടെത്തിയത്, അതേപോലെ തന്നെ എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച, എൻ്റെ തോൽവി എന്ന് നിങ്ങൾക്ക് തോന്നിയ നിങ്ങളുടെ ജീവിതത്തിലെ 3 കാര്യങ്ങളെ ഇതേപോലെ ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് കുറച്ച് സമയം ഒറ്റയ്ക്ക് എടുക്കണം. ഇത് ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഇടയ്ക്ക് ഒരു കാര്യം എഴുതി, അപ്പോഴത്തേക്കും വേറൊരു കാര്യം വന്നു, അവിടേക്ക് എഴുന്നേറ്റ് പോയി, അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോ, അങ്ങനെ ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്കായിക്കൊണ്ട് കുറച്ച് സമയം എടുത്തുകൊണ്ട് ഒരു അരമണിക്കൂർ സമയമെങ്കിലും ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഇരിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള സാഹചര്യത്തിൽ സമയത്തിൽ എടുത്തിട്ട് വേണം നിങ്ങൾ ഈ കാര്യം ചെയ്യാൻ. അപ്പോൾ ആദ്യം നമ്മുടെ 3 പോസിറ്റീവായിരിക്കുന്ന കാര്യങ്ങളെ കണ്ടു, സക്സസ്സിനെ കണ്ടു, അതിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടെത്തി, അതിൻ്റെ കോമൺ ഫാക്ടർ എന്താണെന്നുള്ള കാര്യം നമ്മൾ അടിവരയിട്ട് എഴുതി വെച്ചു. ദിസ് ഈസ് അവർ സ്ട്രെങ്ത്. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ വീക്ക്നെസ്. ഇങ്ങനെ ഞാൻ തോറ്റ 3 കാര്യങ്ങളെ, ആ 3 കാര്യങ്ങളിലുള്ളിൽ എന്നെ തോൽപ്പിക്കാനുണ്ടായതായിട്ടുള്ള ഘടകങ്ങൾ, പെട്ടെന്ന് ഇമോഷണലാവുന്ന സ്വഭാവമായിരിക്കാം, പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് റിയാക്റ്റീവായിരിക്കുന്ന നേച്ചറായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നിയന്ത്രണമില്ലാതെ സംസാരിക്കുന്ന നേച്ചറായിരിക്കാം. എന്തോ ആവട്ടെ, അതിനെ ഒരു കാര്യത്തിൻ്റെ മേലെ എടുത്തു പറയുകയാണ്. ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഒരു ജീവിതത്തിലെ അനുഭവത്തിൻ്റെ ഉള്ളിൽ വരുന്ന 3 ബലഹീനതകളെ, വീക്ക്നെസ്സിനെ കണ്ടെത്തണം. അതിലും കിട്ടും നമുക്കൊരു കോമൺ ഫാക്ടർ. ഉറപ്പിക്കുക, ഇതാണ് എൻ്റെ വീക്ക്നെസ്. ഇതേ രീതിയിൽ നിങ്ങളുടെ ഉള്ളിലതായിരിക്കുന്ന ജീവിതത്തിൽ നിങ്ങൾ പഠിച്ച പാഠങ്ങളുടെ ആധാരത്തിലായിരിക്കാം, നിങ്ങൾ തിരഞ്ഞെടുത്ത ജീവിതത്തിൽ നമുക്കൊരു പർപ്പസ് ഉണ്ടായിരിക്കുമല്ലോ, എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം ഇത് എന്ന് നിശ്ചയിച്ചതിൻ്റെ ആധാരത്തിലായിരിക്കാം, നിങ്ങൾ തുടങ്ങി വെച്ച യാത്രയുടെ ആധാരത്തിലായിരിക്കാം, നിങ്ങൾക്ക് മുന്നോട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളതായിരിക്കുന്ന കാര്യങ്ങളെ കൂടെ കണ്ടെത്തുക. ഇങ്ങനെ 2 കാര്യം നിങ്ങൾ കണ്ടെത്തിയിട്ട് എനിക്ക് ആൻസർ അടുത്ത പ്രാവശ്യത്തെ പ്രോഗ്രാമിന് മുന്നേ തീർച്ചയായിട്ടും കമൻസിൽ ഇന്ന കാര്യങ്ങൾ എഴുതണ്ട, ഞാൻ ഇന്നത് 2 എനിക്ക് കണ്ടെത്തി എന്ന് എനിക്ക് ആരൊക്കെ റിപ്ലൈ തരുന്നു അതിൽ കമൻസിൽ വരുന്നു, അതനുസരിച്ച് ബാക്കി നിങ്ങൾക്കുള്ളതായിരിക്കുന്ന ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ സ്ട്രെങ്ത്തും ത്രെറ്റും, ഇത് 2 കാര്യങ്ങളും SWOT അനാലിസിസ് എന്നാണ് ഇതിൻ്റെ പേര് പറയുക. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആരാണ് എന്ന് കണ്ടെത്താൻ സാധിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്വയം അവനവനെ അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. എവിടെയാണ് ഞാൻ എൻ്റെ വീഴ്ച വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും നിങ്ങൾ ഒരു പക്ഷേ ഈ 369 എന്നുള്ളതായിട്ടുള്ള ഒരു ടെക്നിക്ക് ഒരു 10 ദിവസം ചെയ്തിട്ടുണ്ടാവും, 11 ദിവസം ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന ഓരോ ദിവസവും അതിൽ യാതൊരു സംശയവുമില്ല, ലോ ഓഫ് അട്രാക്ഷൻ ഈസ് എ ട്രൂത്ത്. അതിൽ യാതൊരു മാറ്റവും ഇല്ലാത്ത കാര്യമാണ്. നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ ഉദാഹരണം ഞാൻ ക്രിക്കറ്റ് തന്നെ എടുക്കുകയാണ്. നമ്മൾ 100 ഗോൾ അടിക്കുമ്പോൾ മാത്രമല്ലേ, 100 ബോളാവുമ്പോൾ മാത്രമല്ലേ അതിന് സെഞ്ചുറി എന്ന് പറയാറുള്ളൂ. 100 റൺസ് എടുക്കുമ്പോഴല്ലേ അത് നമ്മൾ സെഞ്ചുറി എന്ന് പറയാറുള്ളൂ. പക്ഷേ 99 റൺസ് എടുത്തിട്ട് 100ാമത്തെ റൺസ് എടുക്കുന്ന സമയത്ത് ഒരാൾ ഔട്ടായി കഴിഞ്ഞാൽ അയാൾക്ക് സെഞ്ചുറി എന്ന് പറയുമോ? ഇല്ലല്ലോ. സെഞ്ചുറി ആവണമെങ്കിൽ എന്ത് വേണം? 100 റൺസ് തന്നെ തികച്ചേ പറ്റൂ. അതുപോലെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതിനനുസരിച്ച്, എനർജി കൊടുക്കുന്നതിനനുസരിച്ച്, വൈബ്രേഷൻസിനനുസരിച്ച് അത് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും. ഒരു 3/4 ഭാഗം യാത്ര കഴിഞ്ഞ സമയമാകുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ പ്രതീക്ഷകൾ ഭയങ്കര ശക്തമായിട്ട് അതടുത്ത് എത്തിയില്ല എന്നുള്ള തോന്നൽ കൊണ്ട്, എനിക്ക് നേടാനായിട്ടില്ല എന്നുള്ള വിചാരം കൊണ്ട് നിരാശ എന്നൊരു സാധനം അതിനുള്ളിലേക്ക് കയറി വരും. ആ ഒരു കാര്യം വരുന്നതോടെ 99% നിങ്ങളുടെ പരിശ്രമത്തെ വേസ്റ്റ് ആക്കിക്കൊണ്ട് അത് ഒരുപാട് ദൂരത്തേക്ക് നീങ്ങിപ്പോവും. കാരണം നിരാശ എന്നത് പവർഫുള്ളായിരിക്കുന്നൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ്.
ആ സാധനം തിരിച്ച് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ അതുവരെ ചെയ്തതിനേക്കാൾ കൂടുതൽ ദൂരം വീണ്ടും നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് പ്രാക്ടിക്കലാക്കണമെന്നുണ്ടെങ്കിൽ, സബ് കോൺഷ്യസ് മൈൻഡിനെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ വൈബ്രേഷൻ പവർഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ അവനവനെ അറിഞ്ഞേ പറ്റൂ. കാരണം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞതിൽ രണ്ടാമത്തെ പോയിൻ്റ്, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇതും ഒരു ഊർജ്ജമാണ്. നിങ്ങൾ നോക്കിക്കോളൂ, എൻ്റെ കൈ നിങ്ങൾ കാണുന്നുണ്ട്, നമ്മൾ മാംസവും അസ്ഥിയാണ് നമുക്കറിയാം. പക്ഷേ സയൻസിൻ്റെ ഭാഷയിൽ നിങ്ങളിതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആറ്റങ്ങൾ കൊണ്ട് കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു സാധനമാണ് ഈ മാംസവും അസ്ഥി എന്ന് പറയുന്നത്. ഈ ആറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ കൂട്ടിച്ചേർത്തിട്ടാണ് ഓരോ ആറ്റവും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് മുഴുവൻ ആറ്റങ്ങളാണ്, അഥവാ ഊർജ്ജമാണ്. ഈ ഊർജ്ജങ്ങൾ ഓരോന്നും തന്നെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. നമ്മുടെ മനസ്സിൽ വരുന്ന തോട്ട്സിനനുസരിച്ച് എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ കോടാനുകോടി കോശങ്ങൾ ഓരോന്നും തന്നെ ആ എനർജി അനുസരിച്ച് ഇത് പ്രകമ്പനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് അഥവാ എൻ്റെ മനസ്സിൽ നിന്ന് ഒരു നെഗറ്റീവ് തോട്ടാണ് വരുന്നതെങ്കിൽ അത് ആ രീതിയിൽ നെഗറ്റീവ് വൈബ്രേറ്റ് ചെയ്യും, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്ലി വൈബ്രേറ്റ് ചെയ്യും. ഇവിടെ നിന്ന് എന്ത് വൈബ്രേഷൻ പുറത്തേക്ക് വരുന്നുണ്ടോ ആ വൈബ്രേഷനാണ്. നമുക്ക് ചുറ്റുമൊന്നും കാണാനില്ല, ശൂന്യമായിട്ടുള്ള വായുവാണ്. പക്ഷേ വായു ആണല്ലോ, നമുക്കറിയാമല്ലോ, ഓക്സിജനാണ്, അതിനുള്ള പല രീതിയിലുള്ളതായിട്ടുള്ള വാതകങ്ങളുണ്ട്, അതെല്ലാം തന്നെ ആറ്റങ്ങളാണ്. ഈ വൈബ്രേഷൻ, ഈ എനർജി, ഇത് ഓരോന്നും മറ്റൊന്നിലേക്ക് ഉടനെ കൊടുത്ത് അങ്ങനെ അധികം വൈകാതെ, ഈവൻ ഒരു 17 സെക്കൻഡ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തൊരു ഫീലിങ്ങിലിരിക്കുമ്പോൾ 2000 മണിക്കൂറുകൾ നിങ്ങൾ പ്രവർത്തിച്ച പോലെ, ശരീരം കൊണ്ട് 2000 മണിക്കൂർ പ്രവർത്തിച്ച പോലെ 17 സെക്കൻഡ് നിങ്ങളൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ഇമോഷൻ നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത്രയും ദൂരം അത് പ്രവർത്തിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ജീവിതത്തിൻ്റെ ഉള്ളിൽ, നമ്മുടെ യാത്രയുടെ ഉള്ളിൽ എത്ര തവണ നെഗറ്റീവ്ലി ചാർജ് ആയിക്കൊണ്ട് പോട്ടെയെല്ലാം, എന്നെക്കൊണ്ട് നടക്കില്ല, ഇതൊന്നും എവിടെയോ എത്തൂല, ഇത് ഞാൻ എത്ര പരിശ്രമിച്ചു, എനിക്ക് തോന്നുന്നില്ല ഇത് സത്യമാണെന്ന്, ഇത്തരം നെഗറ്റീവ് ഫീലിങ്സ് നിങ്ങൾ എത്ര തവണ വന്നിട്ടുണ്ട്? അപ്പോൾ എത്രയോ പല മടങ്ങ് നമ്മുടെ ഡ്രീം നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് കാരണക്കാരായത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ഈ സത്യത്തെ ഉൾക്കൊണ്ടേ പറ്റൂ നമുക്ക്. എൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നത് എന്താണോ അതെന്നിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. കാരണം ഈ പ്രപഞ്ചം അത് ഊർജ്ജമാണ്, ഈ ശരീരവും ഊർജ്ജമാണ്, ഞാനും ഒരു ഊർജ്ജമാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ എനർജി, ഈ യൂണിവേഴ്സിന് മുഴുവൻ എനർജി കൊടുക്കുന്ന ആ പരമമായിരിക്കുന്ന പരംപിത പരമേശ്വരൻ പരമാത്മാ, ആ പരമാത്മാവും ലൈറ്റാണ്. എല്ലാ ധർമ്മപിതാക്കന്മാരും അതുതന്നെയല്ലേ പറയുന്നത്. ഗോഡ് ഈസ് ലൈറ്റ് എന്നാണ് ക്രൈസ്റ്റ് പറയുന്നത്. ഗുരുനാനാക്ക് സച്ചിത്തോങ്കാര നിരാകാര സ്വരൂപം എന്ന് പറഞ്ഞ് സത്യവും ചൈതന്യവുമായിരിക്കുന്ന നിരാകാരിയാണ് ഈശ്വരൻ എന്ന് പറയുന്നു. നൂറെ ഇലാഹി എന്ന് ഇസ്ലാം ധർമ്മം നമ്മളെ പഠിപ്പിച്ചു. അല്ലാഹു പ്രകാശമാണ് എന്നർത്ഥം. അതേപോലെ തന്നെ ഹിന്ദു ധർമ്മത്തിൻ്റെ ഉള്ളിൽ ത്രിമൂർത്തികളെ ബ്രഹ്മ വിഷ്ണു ശങ്കരന്മാരെ പറയുമ്പോഴും ബ്രഹ്മ വിഷ്ണു ശങ്കരന്മാരുടെ രചയിതാവായിരിക്കുന്ന പരബ്രഹ്മം പ്രകാശ സ്വരൂപത്തിലാണ് കാണിക്കുന്നത്. എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് ആയിരിക്കുന്ന എന്താ കാണുന്നത്? ഗോഡ് ഈസ് ലൈറ്റ്. അപ്പം അതുകൊണ്ട് ഞാനും ഒരു ലൈറ്റാണ്, ഈ പ്രപഞ്ചവും ലൈറ്റാണ്, ഈശ്വരനും ലൈറ്റാണ്. അപ്പോൾ നോക്കിയാൽ നമ്മളെല്ലാം 3 തലങ്ങളും 3 എനർജി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന മൂന്ന് എനർജി, ഒന്ന് ഞാൻ, മറ്റൊന്ന് യൂണിവേഴ്സ്, മറ്റൊന്ന് ഗോഡ്. ഈ 3 എനർജിയുടെയും ഫോം എന്താണ്? ലൈറ്റ്, 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 ലൈറ്റ് ആൻഡ് ലൈറ്റ് ആൻഡ് ലൈറ്റ്. അതുകൊണ്ട് ആദ്യം നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഈ ഫാക്ടറാണ്. എൻ്റെ ഉള്ളിൽ നിന്നൊരു പോസിറ്റീവ് തോട്ട് വന്നാൽ അത് ലൈറ്റായിക്കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട്, നമ്മൾ പറയില്ലേ പ്രകാശം എന്നത് ശബ്ദത്തിൻ്റെ എത്രയോ മടങ്ങ് വേഗത്തിൽ യാത്ര ചെയ്യും, അതിൻ്റെയും എത്രയോ മടങ്ങ് ആ വേഗത്തിലാണ് നമ്മുടെ സങ്കല്പം യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആ ഊർജം എൻ്റെ ഉള്ളിൽ നിന്ന് സചേതനമായിരിക്കുന്ന എനർജിയായ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തോട്ട് പുറത്തേക്ക് വരുമ്പോൾ അത് ശബ്ദത്തിനേക്കാൾ വേഗത്തിൽ യാത്ര ചെയ്തുകൊണ്ട് എവിടേക്കൊക്കെ വേണം അവിടേക്കൊക്കെ പോകും. അതുകൊണ്ടാണ് ആസ് യു തിങ്ക് സോ യു ബിക്കം എന്ന് പറയാൻ കാരണം. എന്തുകൊണ്ട് ഞാൻ ചിന്തിച്ചതാവാത്തത്? നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടും അടിക്കും ഇങ്ങോട്ടും അടിക്കും. അടിക്കുന്ന കോൾ നെഗറ്റീവ് ആണെങ്കിൽ ഓൾറെഡി നെഗറ്റീവ് എനർജി ആ നെഗറ്റീവിനെ അട്രാക്റ്റ് ചെയ്യും, വളരെ വേഗത്തിൽ അത് പോവുകയും ചെയ്യും, സ്പ്രെഡ് ആവുകയും ചെയ്യും. ഞാൻ പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്ത് എൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ച് വരുന്നു എന്ന് ഞാൻ കേൾപ്പിച്ച് ഐ ആം എന്ന് ഞാൻ ബോധ്യപ്പെടുത്തി പതുക്കെ പതുക്കെ യാത്ര ചെയ്ത് പകുതി ദൂരം എത്തുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു തടസ്സം വരുന്നു, എൻ്റെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആവുന്നു, നേരെ ഓപ്പോസിറ്റ് ഫീലിംഗ് വരുന്നു. അതോടുകൂടി യാത്ര ചെയ്ത് അടുത്തെത്തിയ സാധനം എവിടേക്കോ തെറിക്കുന്നു.
മനസ്സിലായോ യാത്ര എവിടേക്കാണ് പോകുന്നത് എന്ന്? അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ അഫർമേഷൻ ചെയ്തു, 50/5 മെത്തേഡ് ചെയ്തു, 2 കപ്പ് മെത്തേഡ് ചെയ്തു, സിസ്റ്റർ പറഞ്ഞ എല്ലാ ടൂൾസും ഞാൻ യൂസ് ചെയ്തു, എന്നിട്ടും ഞാൻ എവിടെ എത്തുന്നില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീവയറിങ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ യഥാർത്ഥമായ രീതിയിൽ നമ്മൾ ട്യൂൺ ചെയ്യേണ്ടത്, പ്ലാൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനൊരു കാര്യം നമ്മൾ റിയലൈസ് ചെയ്യണം, ഞാൻ ഇന്നലെ എന്തായിരുന്നു അത് ഇന്നലെയാണ്, നാളെ എന്താകാൻ പോകുന്നു അത് നാളെയുമാണ്. ഇന്ന് ഈ നിമിഷം ഇതെൻ്റെ കയ്യിലുള്ള കാര്യമാണ്. അപ്പോൾ ഈ നിമിഷത്തെ ഞാൻ ബെസ്റ്റായിട്ട് ഉപയോഗിക്കുമെങ്കിൽ ഇന്ന് നന്നായിട്ട് വീടുണ്ടാക്കിയ ആൾക്ക് നാളെ സ്വസ്ഥമായിട്ട് ആ വീടിനുള്ളിൽ കിടന്ന് ഉറങ്ങാം. ഇന്ന് നന്നായിട്ട് ആഹാരം ഉണ്ടാക്കി വെച്ച് ആഹാരം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ആഹാരം ഉണ്ടാക്കാം. ലൈഫിൽ ഏത് കാര്യമാണ് ഇന്നിൽ നിന്ന് പ്രതിഫലിക്കാതെ നാളെ ഉണ്ടാകുന്നത്? ഒരു കാര്യങ്ങളുമില്ല. അപ്പോൾ നമ്മുടെ ലൈഫിലും അത് സത്യമാണ്, അത് പ്രകൃതിയുടെ സത്യമാണ്. അതുകൊണ്ട് ഇന്നിനെ ഈ നിമിഷത്തിന് ബെസ്റ്റായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചാൽ നാളെ എനിക്ക് ബെസ്റ്റാക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ റിയലൈസേഷനിലൂടെ ഈ മൊമെൻറ്റിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇനി നമുക്ക് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരാം, സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ യാത്രയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതുകൊണ്ട് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് നിങ്ങളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആൾ, ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ആൾ, നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നാളെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്ന ആൾ, നാളെ നിങ്ങളെ എങ്ങനെ ഉണരണം എന്ന് പ്ലാൻ ചെയ്യുന്ന ആൾ, ജീവിതത്തിൽ എല്ലാ നിധികളും ഒന്നിപ്പിച്ച് വെച്ചുകൊണ്ട് ഇനി മുന്നോട്ടുള്ള യാത്ര സുഗമമാക്കണോ അതോ കഷ്ടമാക്കണോ എന്ന് ചിന്തിക്കുന്ന ആൾ, ആ ആളുടെ കൂടെ പ്രവർത്തിച്ച് നമ്മുടെ ഈ ബ്രെയിനും കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ബ്രെയിൻ സെൽസ് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് മെസ്സേജ് പാസ് ചെയ്യണേക്കാൾ മുന്നേ ആ മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ ഒരു പാത്തും ഉണ്ട് അതിൻ്റെ കൂടെ. അങ്ങനെ ബ്രെയിൻ സെൽസ് ഒന്നിൽ നിന്ന് മറ്റൊന്ന് അങ്ങനെ ഒരു ന്യൂറൽ പാത്വേ അഥവാ ന്യൂറൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യും. ആ നെറ്റ്വർക്കിൻ്റെ ആധാരത്തിൽ നിങ്ങൾ ഓരോ കാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എവിടെ മാറ്റം വരുത്തണം? നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വിത്ത് ഇൻറ്റൻസിറ്റി എനിക്കിത് കിട്ടിയേ തീരൂ, അല്ലെങ്കിൽ എനിക്കിത് ചെയ്തേ തീരൂ എന്ന്. അത് പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ ഓർക്കുകയാണ്, നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ എനിക്കൊരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, ഈ സിസ്റ്റർ ഇത് 108 വട്ടം എഴുതണം, 21 വട്ടം എഴുതണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എഴുതാനിരിക്കുമ്പോൾ എനിക്ക് ബോറടിക്കുക. ഒരു ദിവസം 2 ദിവസമൊക്കെ എനിക്ക് ഭയങ്കര സുഖമായിരുന്നു ഞാൻ ചെയ്തപ്പോൾ. പക്ഷേ 3-ാമത്തെ ദിവസം ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. ഇതന്നെ വീണ്ടും എഴുതുകയാണ്. അപ്പോൾ എനിക്ക് കോട്ടുവായി വരുന്നു, ക്ഷീണം വരുന്നു. പിന്നെ 108 വട്ടമൊക്കെ എഴുതുമ്പോഴേക്കും അരമണിക്കൂറിനേക്കാളൊക്കെ കൂടുതൽ എടുക്കും. എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സമയം കണ്ടെത്തേണ്ട സിസ്റ്ററെ, എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? വേറൊരാൾ പറഞ്ഞ കാര്യം, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എത്ര പേര് ചെയ്തു എന്ന കമൻസ് എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടൂളിനെ കുറിച്ചൊന്ന് വീണ്ടും സംസാരിക്കാത്തത്. ചെയ്തവരുണ്ട് എങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ സൗണ്ട് റെക്കോർഡ് ചെയ്ത് കേട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അതിന് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിന്ന് കമൻറ്റുമായിട്ട് വരണം. നമ്മൾ ഈ ഒരു സംസാരത്തിന് ഈ ഒരു ടോപ്പിക്കിന് ശേഷം നമ്മൾ കാണും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ സിസ്റ്റർക്ക്? കാര്യങ്ങൾ ഒരുപാടായതുകൊണ്ടേ നമ്മളങ്ങ് മറന്നു പോകും കേട്ടോ. ആര് മറന്നു പോവും? ഞാൻ മറന്നു പോകും. ആർക്ക് വേണ്ടിയുള്ള കാര്യം? എനിക്ക് വേണ്ടിയുള്ള കാര്യം. ഒരു കാര്യം സിസ്റ്റർ ഉറപ്പായിട്ട് പറയുക, നിങ്ങൾക്കൊരു കാര്യം കിട്ടിയേ തീരൂ എന്നുണ്ടെങ്കിൽ ഒരാളും നിങ്ങളെ തടയില്ല, നിങ്ങളുടെ മനസ്സ് നിങ്ങളെ തടയില്ല. ദാഹം വരണം, ആവശ്യം വന്നാൽ പോരാ, അത്യാവശ്യം വരണം. നിങ്ങൾക്ക് പണം കിട്ടിയേ തീരൂ എന്നാണെങ്കിൽ നിർത്താതെ എഴുതുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാനൊരു മാതാജി, എനിക്ക് അവരുടെ പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ എറണാകുളം ജില്ലയിലൊരു മാതാജി എനിക്കൊരു കമൻ്റ് ഇട്ടത് ഞാൻ ആനന്ദത്തോടെ ഓർമ്മിക്കും. ഒരു വർഷം മുന്നേ ലക്ഷങ്ങളുടെ കട ഉണ്ടായിരുന്ന ഞാൻ ഡെയിലി സിസ്റ്റർ പറഞ്ഞ പോലെ 108 പ്രാവശ്യം ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ എഴുതുമായിരുന്നു. ഇന്ന് 1 രൂപ പോലും കടമില്ലാതെ എൻ്റെ കൂടെ ഇത്രയും ആളുകളെ വെച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് ഞാൻ സക്സസ്ഫുള്ളായി ജീവിക്കുന്നു എന്ന് എനിക്ക് സന്തോഷത്തോടെ ഇട്ടിട്ടുണ്ടായിരുന്നു. 108 വട്ടം അവർ എഴുതിയതാണ്, ആരെക്കൊണ്ട് എഴുതിപ്പിച്ചതൊന്നുമല്ല, ഫോട്ടോ കോപ്പി എടുത്ത് വെച്ച് വായിച്ചതല്ല. നമുക്കൊരു കാര്യം നേടണോ, വർക്ക് ചെയ്തേ പറ്റൂ. ഒരു കാര്യം സ്വന്താക്കണോ, ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. ഒരു കാര്യം നേടണോ, ക്ഷീണം മാറ്റിവെച്ചേ പറ്റുള്ളൂ. സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുന്നതിനെ മാറ്റിവെച്ചേ പറ്റുള്ളൂ. സമയം മനസ്സ് വെച്ചുണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സമയം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറക്കം കട്ട് ചെയ്തിട്ടും ഉണ്ടാക്കാം,
ഉറക്കം കെടുത്തുന്ന സ്വപ്നം നിങ്ങൾക്കുണ്ടാകുമ്പോൾ, ഉറക്കത്തിൽ കാണുന്ന സ്വപ്നത്തിലല്ല, ഉറക്കം കെടുത്തുന്ന സ്വപ്നം നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങളെ ശബ്ദം ഡിസ്റ്റർബ് ചെയ്യില്ല, മറ്റുള്ള കാര്യങ്ങൾ ഡിസ്റ്റർബ് ചെയ്യില്ല. നിങ്ങൾ സമയം കണ്ടെത്തും, എഴുതും, അഫർമേഷൻ സ്വന്തമാക്കും, വിഷ്വലൈസേഷൻ കാണാൻ പഠിക്കും. ഇനി 2D വിഷ്വലൈസേഷൻ ചിലരെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരും അങ്ങനെ ഞാൻ പറയുന്നില്ല, ചില ആളുകൾ ആത്മാർത്ഥമായിക്കൊണ്ട് വിഷ്വലൈസേഷൻ കാണാൻ ശ്രമിക്കുമ്പം കണ്ണടച്ച ശേഷം നിങ്ങളുടെ പാസ്റ്റ് ബർത്തിൻ്റെ കുറേ കാർമിക് അക്കൗണ്ട് അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ചെയ്ത എനർജികളുടെ സ്റ്റോറേജ് ആണല്ലോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അതിൻ്റെ ആധാരത്തിൽ പുറമേയുള്ള കാര്യങ്ങൾ വീഡിയോ കാണുക, അല്ലെങ്കിൽ TV കാണുക, സിനിമ കാണുക, ഇങ്ങനെയുള്ളതിൽ മാത്രം ഇൻട്രസ്റ്റോടെ ജീവിച്ച കുറേ ആളുകൾക്ക് കണ്ണടച്ച് കഴിഞ്ഞാൽ അവരുടെ വിഷ്വലൈസേഷൻ കാണാൻ പ്രയാസമാണ്. അത് സത്യസന്ധമായിട്ട് ഞാൻ പറയണം, പ്രയാസമാണ്. അവരെ സഹായിക്കാൻ, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം മുന്നോട്ട് പോകാൻ, അത് നമ്മൾ നാളത്തെ ക്ലാസ്സിൽ കാണും കേട്ടോ. റീവയറിങ്ങിൻ്റെ പാർട്ടാണത്. എങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എങ്ങനെ നിങ്ങൾ കാണണം എന്നുള്ളതൊക്കെ നാളെ റീവയറിങ്ങിൻ്റെ പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞുതരാൻ വേണ്ടി ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തന്നത്. നാളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 1, 2, 3 ആയിക്കൊണ്ട് നാളത്തെ പ്രോഗ്രാമിൻ്റെ എൻഡിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യാത്ര ഈ റീവയറിംഗ് എന്ന പ്രോഗ്രാമിൻ്റെ ഒരു 50% യാത്ര, അത്രയും എനിക്ക് പറയാൻ പറ്റുള്ളൂ. 50% യാത്ര എനിക്ക് ചെയ്തു തരാൻ പറ്റും. ബാക്കിയുള്ള 50% ഇനി വീണ്ടും നിങ്ങളടുത്ത് വരുന്ന അടുത്ത ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് എത്തുന്ന ദിവസം നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഇന്ന് നമ്മൾ ഉറപ്പിച്ചേ പറ്റൂ, നിങ്ങൾക്ക് വേണോ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിന് നമ്മുടെ വൈബ്രേഷനെ പവർഫുള്ളാക്കിയേ പറ്റൂ. വൈബ്രേഷൻ പവർഫുള്ളാക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. നിങ്ങൾ അഫർമേഷൻ എഴുതാൻ വേണ്ടി പോയിരിക്കുന്നേക്കാൾ മുന്നേ ഇന്നത്തെ കാലത്ത് ഈ റീൽസ് കാണുമ്പോൾ, ഷോർട്സ് കാണുമ്പോൾ, വീഡിയോ കാണുമ്പോൾ, പാട്ട് കാണുമ്പോൾ നമ്മുടെ 3 ഡയമെൻഷനിൽ ഇങ്ങോട്ടേക്ക് മെസ്സേജ് പോയിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. ഒരു അരമണിക്കൂർ സമയം റിലാക്സേഷൻ എങ്ങനെയാണ് കാണുക, അരമണിക്കൂർ സമയം റീൽസ് കണ്ടു, അരമണിക്കൂർ സമയം എന്തെങ്കിലും പ്രോഗ്രാം കണ്ടു, സീരിയൽ കണ്ടു, സിനിമ കണ്ടു, സംതിങ് വിത്ത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്തോ അത് കഴിഞ്ഞ ശേഷം അതിനടച്ചു വെച്ച് ഡയറി എടുത്തിരുന്നു എഴുതാൻ വേണ്ടിക്കൊണ്ട്. അവിടെ തന്നെ നിങ്ങളുടെ വൈബ്രേഷൻ കട്ടാവും. ഒരു സംശയവും വിചാരിക്കേണ്ട, നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് എഴുതാൻ പോകും മുന്നേ ഇന്ന് രാത്രി തന്നെ അഫർമേഷൻ എഴുതുമ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോളൂ. ആദ്യം റെഗുലറായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ഥിരമായി ചെയ്യാൻ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യം. സപ്പോസ് നിങ്ങളൊരു സ്ഥലത്തിരുന്നിട്ട് ഈ വീഡിയോ കാണുക, റീൽസ് ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ അവിടെ ഇരുന്നിട്ട് എഴുതരുത്. അവിടുത്തെ വൈബ്രേഷൻ തന്നെ ചേഞ്ച് ആയിട്ടുണ്ടാവും. അവിടെ നിന്ന് മാറിയിരിക്കേ. അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ ശേഷം കുറച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്ത് പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടാക്കി വൈബ്രേഷനിൽ പോസിറ്റീവ് എനർജീനെ സ്പ്രെഡ് ചെയ്ത ശേഷം, ഞാൻ പല ആളുകളും പറഞ്ഞു കേൾക്കാറുണ്ട് ക്ലെൻസിങ് എന്ന്. നിങ്ങൾ ചന്ദനത്തിരി കൊണ്ട് ക്ലെൻസ് ചെയ്യൂ, അല്ലെങ്കിൽ വസ്തുക്കൾ കൊണ്ട് ഏതെങ്കിലും സുഗന്ധമായിരിക്കുന്ന വസ്തുക്കൾ, സ്ഥൂലത്തിൽ നിങ്ങൾക്കത് ക്ലെൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ സൂക്ഷ്മത്തിലൊരു ക്ലെൻസിങ് ഉണ്ട്, വൈബ്രേഷനിലൊരു ക്ലെൻസിങ് ഉണ്ട്. യു ക്യാൻ ഡു ദാറ്റ് മെഡിറ്റേഷനിലൂടെ പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്ത് ക്ലീൻ ചെയ്യേ. നമ്മുടെ ശരീരത്തെ കഴുകി ശുദ്ധാക്കി വന്നിരിക്കുമല്ലോ. ഇൻ ദ സെയിം വേ പിന്നെ എന്തെങ്കിലും അഫർമേഷൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നേക്കാൾ മുന്നേ സപ്പോസ് നമ്മൾ ആരോടെങ്കിലും സംസാരിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടായി, നമ്മളൊക്കെ കലിയുഗത്തിൽ ജീവിക്കുന്നവരല്ലേ, എന്തെങ്കിലും പ്രശ്നങ്ങളില്ലാത്ത ആരും ഇല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ ഉടനെ പോയിട്ട് അഫർമേഷൻ എഴുതാനിരിക്കരുത്. ആ സമയം നിങ്ങളുടെ മനസ്സിൽ ആരോടും പറയാത്തത്ര വിഷമം ഉണ്ടായെന്ന് വിചാരിക്കുക. ഒരു പേപ്പർ എടുത്തിട്ട് ഈശ്വരൻ്റെ പേരിൽ എല്ലാം എഴുതി കൊടുത്തു. ആരോട് പറഞ്ഞാലും നിങ്ങൾ ചതിച്ചാലോ അല്ലെങ്കിൽ പറ്റിച്ചാലോ പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്താലോ പല ഷോട്ട്സും വരാലോ. അതുകൊണ്ട് അതൊന്നുമില്ലാത്ത നിങ്ങളെ തുറന്ന മനസ്സോടെ കേൾക്കാൻ തയ്യാറായിരിക്കുന്ന ഈശ്വരൻ്റെ അടുത്ത് എല്ലാം തുറന്ന് പറഞ്ഞോളൂ. ഒരു പേപ്പറും പെന്നെടുത്ത് എല്ലാ ഫീലിങ്സും അങ്ങ് എഴുതി കൊടുക്ക്. നിങ്ങൾക്ക് മനസ്സ് കാലിയായ പോലെ ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ ശേഷം കുറച്ച് സമയം ഈ കാര്യത്തിന് വേണ്ടി നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ട. മെഡിറ്റേഷൻ ഫോർ പീസ് ഓഫ് മൈൻഡ്, മനസ്സിനെ കാമാക്കാൻ, മനസ്സിനെ കൂളാക്കാൻ, മനസ്സിനെ പവർഫുള്ളാക്കാൻ, മനസ്സാ സുഖത്തിൻ്റെ അവസ്ഥയെ അനുഭവിക്കാൻ വേണ്ടിക്കൊണ്ട് കുറച്ച് സമയം മെഡിറ്റേഷൻ, ദെൻ അഫർമേഷൻ. അത്രയും കാര്യം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ശാന്തമായിട്ടുണ്ടാവും. അവിടുന്ന് വൈബ്രേഷൻസ് പോസിറ്റീവായിട്ട് വരാൻ തുടങ്ങും, എനർജി പോസിറ്റീവായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. എങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിക്കൊണ്ട് കാര്യത്തെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി തുടങ്ങാൻ. നാളെയും സിസ്റ്റർ കാണാനായിട്ട് നിങ്ങളുടെ അടുത്ത് വരും മുന്നേ കഴിയുമെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട്, നാളെ നമ്മുടെ റീവയറിങ് നടക്കുന്ന സമയമാണ്, അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി കുറച്ച് ഫ്രഷായി എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുമെങ്കിൽ വളരെ പവർഫുള്ളായി നമുക്ക് സക്സസ്ഫുള്ളാക്കാൻ സാധിക്കും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ
നന്ദി. ഓം ശാന്തി. ഗുഡ് നൈറ്റ്.